السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه واستنى بسنته إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളതായ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒക്കെ അടങ്ങിയതാണ് ഒരു വർഷം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 നിർണയിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നുണ്ട്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള മിൻഹാ അർബഅത്തുൻ ഹുറും. അള്ളാഹു പറയുകയാണ്, ആകാശങ്ങളും ഭൂമിയുമെല്ലാം സൃഷ്ടിച്ച ആ ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയതനുസരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 എന്ന് ഖുർആൻ ഉണർത്തുകയാണ്. ചില മാസങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റു ചില മാസങ്ങളെക്കാൾ ശ്രേഷ്ഠത നൽകി. അത് അള്ളാഹുവും അവൻ്റെ റസൂലും നമ്മളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതങ്ങനെ തന്നെ അംഗീകരിക്കുന്നതാണ് സത്യവിശ്വാസികൾ എന്ന നിലയിൽ നാം ഓരോരുത്തരുടെയും ബാധ്യത. ഇസ്ലാമി കലണ്ടറിലെ 8ാമത്തെ മാസമാണ് ഷഅബാൻ മാസം. ഷഅബാൻ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, പരിശുദ്ധമായ റമദാനിന് മുന്നോടിയായി വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മാസമാണ്. റമദാനിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളാണ്. എന്നാൽ ഷഅബാനിൽ നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ധാരാളം നന്മകളുണ്ട്. ആ നന്മകളെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ അശ്രദ്ധരായി തീരുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഷഅബാൻ എന്നുള്ള പേര് ഈ മാസത്തിന് വരാനുണ്ടായ കാരണത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, ശക്തമായ ചൂട് മരുഭൂമിയിൽ ഉയരുമ്പോൾ മരുഭൂമിയിലെ ഏറ്റവും വലിയ പ്രയാസമായിരുന്നു ശുദ്ധജലം ലഭിക്കുക എന്നുള്ളത്. അങ്ങനെ ശുദ്ധജലം തങ്ങളുടെ ജീവിതത്തിലെ ആവശ്യത്തിന് വേണ്ടി ശേഖരിക്കാൻ വേണ്ടി ഗ്രാമീണരായ അറബികൾ പരക്കം പായുന്ന ആ വെള്ളത്തിന് വേണ്ടിയുള്ളതായ യാത്ര, ആ വെള്ളത്തിന് വേണ്ടിയുള്ളതായ ആ യാത്ര, ആ പദത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഷഅബാൻ എന്നുള്ള പദം തന്നെ ഉണ്ടായിത്തീർന്നിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ മഹത്വപൂർണമായ പല കാര്യങ്ങൾക്കും സാക്ഷ്യം വഹിച്ച മാസം കൂടിയാണ് ഷഅബാൻ മാസം. ഇപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഓരോരുത്തരും റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. റമദാനിൽ നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള പ്രപഞ്ചരക്ഷിതാവിൻ്റെ കൽപ്പന നമ്മൾക്ക് അവതരിച്ച് കിട്ടുന്നത്, അഥവാ യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങളുടെ മേലിതാ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി തീരുവാൻ വേണ്ടി ഈ പരിശുദ്ധമായ ഖുർആനിലെ വചനം, അഥവാ നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന അവതരിക്കുന്നത് ഹിജ്റയുടെ 2ാം വർഷം ഷഅബാനിലാണ്. അതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രത്യേകതയുള്ള പല കാര്യങ്ങളും നമ്മൾക്ക് കാണാൻ സാധിക്കും. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം അവർ കഅബയായി സ്വീകരിച്ചിരുന്നത് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത ആഗ്രഹവും താല്പര്യവും ഉണ്ടായിരുന്നു പരിശുദ്ധമായ മക്കയിലെ കഅബ ഖിബലയായി നിർണയിക്കപ്പെട്ട് കിട്ടണമെന്ന്. പലപ്പോഴും അതിനുവേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് ഉപരിലോകത്തിലേക്ക് നോക്കും, അഥവാ അള്ളാഹുവിങ്കിൽ നിന്ന് വല്ല വഹയും വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി. നമ്മൾക്ക് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാഇ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തറല്ലാഹ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. തീർച്ചയായും നബിയെ, വളരെ വലിയ പ്രതീക്ഷയോടെ ആകാശത്തിൽ താങ്കളുടെ കണ്ണുകൾ വട്ടമിടുന്നത് നാം അറിയുന്നുണ്ട്. അതുകൊണ്ട് താങ്കൾക്ക് തൃപ്തിപ്പെട്ട ആ കിബിലയിലേക്ക് നാം താങ്കളെ തിരിച്ചു തരാം എന്ന് പറയുകയും പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിനെ കിബിലയായി നിർണയിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് കൽപ്പന നൽകുന്നത്, അഥവാ ആ കിബില മാറ്റം ഉണ്ടായിത്തീർന്നത് ഷഅബാനിലാണ് എന്നാണ് ഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരുടെയും അഭിപ്രായം.
സ്വഹാബത്തിൽ തന്നെ ഒരു നല്ല വിഭാഗം ഷഅബാനിലാണ് ഈ സംഭവം നടന്നത് എന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ വ്യത്യസ്തമായ പല സംഭവങ്ങൾ കൊണ്ടും ഏറെ ശ്രദ്ധേയമായ മാസമാണ് ഷഅബാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നോക്കിയാൽ മറ്റേതൊരു മാസത്തെക്കാളും പ്രവാചകൻ ഷഅബാനിൽ പ്രത്യേകം ചില താല്പര്യവും ചിട്ടയുമൊക്കെ ഉള്ള ആളായിരുന്നു എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, റമദാൻ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും അധികം നോമ്പ് നോറ്റിരുന്ന മാസം ഷഅബാനായിരുന്നു എന്നാണ്. മഹാനായ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ഖുൽതു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, ലം അറക തസൂമു ശഹറൻ മിന ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. നബിയെ, ഈ ഷഅബാൻ മാസം പോലെ താങ്കൾ ഐച്ഛികമായ വ്രതം തുടർച്ചയായ നിലയിൽ താങ്കൾ അനുഷ്ഠിക്കുന്ന മറ്റൊരു മാസവും ഞാൻ കണ്ടിട്ടില്ല. എന്താ അതിന്റെ കാരണമെന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ദാലിക ഷഹറുൻ യഗ്ഫുലു നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ. റമളാനിന്റെയും റജബിന്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധമാക്കി കളയുന്ന ഒരു മാസമാണ് ഷഅബാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഹുവ ഷഹറുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അള്ളാഹുവിലേക്ക് ഒരു മനുഷ്യന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഞാൻ നോമ്പുകാരനായി ഇരിക്കുമ്പോൾ എൻ്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. അതേ സഹോദരങ്ങളെ, ഷഅബാൻ എന്ന് പറയുന്നത് ഒരു കൊല്ലത്തിൽ മനുഷ്യന്റെ അമലുകൾ അള്ളാഹുവിങ്കൽ പ്രദർശിപ്പിക്കപ്പെടുന്ന, അവനിലേക്ക് ഉയർത്തപ്പെടുന്ന മാസം കൂടിയാണ്. ധാരാളം ആളുകൾ അശ്രദ്ധമാക്കി കളയുന്ന മാസം. ആ മാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായ നിലയിൽ പരിഗണിച്ചിരുന്നു എന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതെ, ധാരാളം നന്മകൾ നമ്മളുടെ മുന്നിൽ കൊയ്തെടുക്കാനുള്ള സമയമാണ് ഇത് എന്ന് തിരിച്ചറിഞ്ഞ് പ്രയോജനപ്പെടുത്താൻ നാം പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.